ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് കളിക്കാൻ പോവാണ് ഇന്ത്യൻ തെഫ്റ്റ് ഓർ സിമുലേറ്റർ. അപ്പോൾ കാലത്ത് തന്നെ എനിക്ക് നല്ല മൊത്തം മണി കിട്ടിയിട്ടുണ്ട് ഗായ്സ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ലംബോർഗിനി കാണാനില്ല. ആക്ച്വലി ഞാൻ ഇന്നലെ 2 ലംബോർഗിനി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു കാറിന് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ച്, ഒരു കാറിന് യെല്ലോ പെയിൻറ്റ് അടിച്ച്, മഞ്ഞ പെയിൻറ്റ് അടിച്ച്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, ബ്ലാക്ക് പെയിൻ്റ് അടിച്ച കാർ ഇവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ മഞ്ഞ പെയിൻ്റ് അടിച്ച കാർ ഇവിടെ കാണാനില്ല. അപ്പം ഞാനും രമേശും കൂടിയിട്ട് തപ്പുകയാണ്. ആ കാർ തപ്പിക്കൊണ്ട് നിൽക്കുന്ന ഇടയിലാണ് പോലീസുകാരെ വിളിച്ചത്. എന്താണെന്നല്ലേ, പോലീസുകാർ പറയുകയാണ്, നിങ്ങൾ തപ്പണ കാറ് എൻ്റെ കസ്റ്റഡിയിലുണ്ട്, അത് വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തണം. അപ്പോൾ ഞാൻ ചോദിച്ച് എന്തിനാ കാറ് കൊണ്ടുപോയതെന്ന്. അതിനൊന്ന് മറുപടി പറയാണ്ട് ഫോൺ കട്ടാക്കി. അപ്പോൾ ഞാനും രമേശും കൂടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് പോലീസ് സ്റ്റേഷൻ ഉള്ളത്. അപ്പോൾ നമുക്ക് നേരെ പോവാം. ഒരു പറഞ്ഞത് ഇങ്ങനെയാണ്, എത്രയും പെട്ടെന്ന് എത്തിക്കഴിഞ്ഞാൽ കാർ നിങ്ങൾക്ക് കിട്ടും, ഇല്ലയെന്നുണ്ടെങ്കിൽ കാറ് ഞങ്ങളുടെ കസ്റ്റഡിയിൽ ഞങ്ങൾ സ്വന്തമാക്കുന്നു. അപ്പോൾ എനിക്കൊരു പേടിയായി. അത് ഞാനും രമേശും കൂടി എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. ഇതവിടെ പോലീസ് സ്റ്റേഷൻ എത്താനായിക്കണ്. നിങ്ങൾക്ക് അവിടെ കാണാനുണ്ടാവും പോലീസ് സ്റ്റേഷൻ. ഇവിടെ അടുത്ത് തന്നെയാണ് പോലീസ് സ്റ്റേഷൻ ഉള്ളത്. പോലീസ് സ്റ്റേഷൻ എത്തി. നമുക്ക് നേരെ എന്ത് ചെയ്യുക, വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്യാം. ഗായ്സ്, അവിടെ എടുക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടോയെന്ന് എനിക്കറിയില്ല. അവിടെ എടുക്കണതാ ഗായ്സ്, എൻ്റെ മഞ്ഞ ലംബോർഗിനി ഇവിടെ ഇട്ടിക്കുകയാണ് അവർ. എന്ന സംഗതി എനിക്കറിയില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഉള്ളിൽ പോയിട്ട് സാർമാരോട് ചോദിച്ചു നോക്കാം. നമുക്ക് നേരെ ഉള്ളിൽ സാർമാരുണ്ട് തോന്നുന്നു. നമുക്ക് നേരെ അതുണ്ട്. സാറേ, ഞാനെത്തി. സാറ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറിനൊരു പോലീസ് മോഡിഫിക്കേഷൻ ചെയ്ത കാറ് വേണം. പോലീസ് കാറ് മോഡിഫിക്കേഷൻ ചെയ്തിട്ട് വേണം, എന്നാലേ എൻ്റെ ലംബോർഗിനി വിട്ട് തരുള്ളൂ എന്നാണ് അവർ പറയണത്. അപ്പോൾ ഞാൻ കുറേ സാറിനോട് പറഞ്ഞു, സാറേ എനിക്ക് കിട്ടാൻ മാർഗ്ഗമില്ല. അപ്പോൾ സാറത് കൂട്ടാക്കുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇതന്നെ അത് പുറപ്പെടാൻ വിചാരിച്ചു. അതായത് ഈ കാറ് എനിക്ക് ആ ലംബോർഗിനി വേണം. അപ്പോൾ സാറുമാർ പറയണ അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ നേരെ പോണത് സിമിയോണിൻ്റെ ഡീലർഷിപ്പിലേക്കാണ്. സിമിയോണിൻ്റെ ഷോറൂം ഉണ്ടാവും അവിടെ. ആ ഷോറൂമിൽ പോയിട്ട് അവിടെ ചിലപ്പോൾ ഉണ്ടാവും പോലീസുകാരെ വണ്ടി. എന്നിട്ട് അത് നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യാം. ബസ്സുകാരെ എവിടെ നോക്കിയിട്ട് മേടിക്കണത്? സോറി, ഞാനല്ലേ റോങ് സൈഡ് പോയി വന്നത്. അത് വിഷയം വിട്, നമുക്ക് ടോപ്പിക്കിൽ കിടക്കാം. അപ്പം നമുക്ക് നേരെ ഡീലർഷിപ്പിലേക്ക് പോവാം. അവിടെ ഷോറൂം കാണുന്നുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് വിടാം. ഈ വണ്ടി ഇച്ചിരി കൺട്രോൾ കിട്ടാൻ പാടാണ്. പറഞ്ഞ് നാവെടുത്തില്ല, അപ്പോഴത്തേന് വണ്ടി ഇടിച്ച്. എന്തിലാവട്ടെ, ഇവിടെ സിമിയോൺ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കി നോക്കാം. കണ്ടിട്ട് സിമിയോൺ ഇല്ല എന്നാണ് തോന്നുന്നത്. ഒരു മിനിറ്റ്, ഇവിടെ സിമിയോൺ ഇല്ല. സിമിയോൺ ഇതെങ്ങോട്ട് പോയി ഷോപ്പ് തുറന്നിട്ടിട്ട്? നമുക്ക് എന്ത് ചെയ്യാം, വിളിച്ചു നോക്കാം. ഫോൺ വിളിച്ചു നോക്കാം, എവിടെ നമ്പർ. അപ്പോൾ സിമിയോൺ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കാറ് ബാക്കിലുണ്ട്, അത് നമ്മളെടുത്തോളാം. അതാ ഗായ്സ്, ഇവിടെ പോലീസ് കാർ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പോലീസ് കാർ എടുത്തിട്ട് അത് മോഡിഫിക്കേഷൻ ചെയ്യാൻ പോവാം. അപ്പോൾ എൻ്റെ സൗണ്ട് ഇച്ചിരി കുറവാണ്. മാത്രമല്ല മഴ പെയ്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കുറച്ച് വേറെ സൗണ്ടുകളുണ്ടാവും. അത് നിങ്ങൾ ക്ഷമിക്കുക. നമുക്ക് നേരെ പോവാം. രമേശൻ ഞാനവിടെ നിർത്തിയിരിക്കുകയാണ് ഗായ്സ്. രമേശൻ വരണ്ട, നമുക്ക് പോവാം. ഈ കാറൊന്ന് മോഡിഫിക്കേഷൻ ചെയ്തിട്ട് പോലീസിന് കൊടുക്കാം. നമ്മൾ നേരെ പോണത് ജിമ്മിൻ്റെ ഷോപ്പിലേക്കാണ്. അപ്പോൾ നമുക്ക് കാറ് മോഡിഫിക്കേഷൻ ചെയ്തിട്ട് കാണാം. അല്ല ഗൈസ്, അപ്പോൾ നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്ത് വണ്ടി കൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കാം. ഇങ്ങനെയാണ് ഞാൻ ചുവപ്പ് പെയിൻ്റ് അടിച്ചിട്ട് മോഡിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത്. ഫുള്ളി മോഡിഫിക്കേഷൻ ചെയ്തില്ല, എന്നാലും കണ്ടാൽ മോഡിഫൈഡ് ആണെന്ന് തോന്നും. അങ്ങനത്തെ രീതിയിലാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയാണ്. നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതൊരു പോലീസുകാരനെ ഇറങ്ങിയിട്ട് സംസാരിക്കാം. എവിടെ പോലീസുകാരനെ? പോലീസേ വായോ. നമുക്ക് അകത്ത് കയറിയിട്ട് പോലീസുകാരോട് തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്ക് പോലീസുകാരോട് ചോദിച്ചു നോക്കാം. പോലീസുകാരാ, വണ്ടി കൊടുക്കുന്നുണ്ടോ? ഇനി എൻ്റെ വണ്ടി എടുക്കട്ടെ? ആയിക്കോട്ടെ സാറാ. ആയിക്കോട്ടെ, ശരി.
എന്താണ്? ആ ആയിക്കോട്ടെ സാറേ. അപ്പോൾ സാറ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി ഇടയ്ക്ക് ഇതേമാതിരി ഉണ്ടാവും. അത് നിങ്ങൾക്ക് പണി തന്നിട്ടേക്കാരം ഉണ്ടാവുക. എന്താ പണി തന്നെ എന്തിനാ അറിയോ? ഞാൻ ഇവിടെ സിറ്റിത്തെ ഗ്യാങ്സ്റ്ററാണ്. ഗ്യാങ്സ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുണ്ട മാതിരി ഒക്കെ ആൾക്കാരെ കാറ് ഞാനും അടിച്ച് മാറ്റിയാലുണ്ട്. സ്വാഭാവികമല്ല. ആ അപ്പോൾ ആ ഒരു പണിക്ക് ഞാൻ ഗ്യാങ്സ്റ്ററാണ്. അപ്പം അതിന് എനിക്ക് പണി തന്നതാണ്. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബായ്.